ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ച ചെയ്യുന്നതിനുള്ള പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കം. പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിൽ സജീവം. ബീഹാർ മുഖ്യമന്ത്രിയായി സമ്രാട്ട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു ആഘോഷത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ. ആശംസകളുമായി പ്രമുഖർ. ഛത്തീസ്ഗഡിൽ പവർ പ്ലാന്റിലെ ബോയിലർ ട്യൂബ് പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം 14ആയി. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്നത് ലക്ഷ്യമിട്ട് 2023 പാസാക്കിയ നിയമം ഭേദഗതികളോടെ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സമ്മേളനം. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന വനിതാ സംവരണ ബിൽ സന്തുലിതമാണെന്നും എല്ലാ സംസ്ഥാനങ്ങളുടെയും സമൂഹങ്ങളുടെയും അഭിലാഷങ്ങൾ നിറവേറ്റുന്നതാണെന്നും പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു. നിയമനിർമ്മാണത്തെ ഒരു പാർട്ടിയും എതിർക്കുന്നില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 23-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പ്രചാരണം സജീവം. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് നാഗർകോവിലെത്തും. ഉച്ചയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗമാണ് നാഗർകോവിലിലേക്ക് തിരിക്കുക. സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ ഇന്ന് സേലം ജില്ലയിൽ പ്രചാരണം നടത്തും. നടൻ വിജയ് ചെന്നൈയിൽ പ്രചാരണത്തിനായുള്ള അനുമതി തേടിയിട്ടുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം അവശേഷിക്കെ പ്രചാരണം ശക്തമാകുന്നു. BJP മുതിർന്ന നേതാവ് അമിത് ഷാ ഇന്ന് വടക്കൻ ബംഗാളിൽ നിരവധി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. വിവിധയിടങ്ങളിൽ നടക്കുന്ന റാലികളിലും അദ്ദേഹം പങ്കെടുക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമനും മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ഇന്ന് സംസ്ഥാനത്ത് നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഇന്ന് വടക്കൻ ദിനാജ്പൂർ ജില്ലയിലെ ഇസ്ലാംപൂരിൽ നടക്കുന്ന പൊതുയോഗത്തിലും സിലിഗുരി, ചൽസ എന്നിവിടങ്ങളിൽ നടക്കുന്ന റോഡ് ഷോകളിലും സംബന്ധിക്കും. ബീഹാർ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സമ്രാട്ട് ചൌധരി സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പട്നയിലെ ലോക് ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട JDU അധ്യക്ഷൻ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സമ്രാട്ട് ചൌധരി മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. ഛത്തീസ്ഗഡിലെ ശക്തി ജില്ലയിലുള്ള പവർ പ്ലാന്റിൽ ബോയിലർ ട്യൂബ് പൊട്ടിത്തെറിച്ച് 14 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. കർണാടകയിലെ മാണ്ഡ്യയിലുള്ള ശ്രീ ക്ഷേത്ര ആദി ചുഞ്ചനഗിരി മഠത്തിലെ ശ്രീ ഗുരു ഭൈരവൈക്യ മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ജ്വാലാപീഠം സന്ദർശിച്ച പ്രധാനമന്ത്രി ശ്രീ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വർദ്ധിച്ചുവരുന്ന ആഗോള സംഘർഷങ്ങൾക്കിടയിൽ എല്ലാ രാജ്യങ്ങളും അന്താരാഷ്ട്ര നിയമം കൃത്യമായി പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. അസ്ഥിരത, അവിശ്വാസം, സംഘർഷങ്ങൾ എന്നിവ തടയുന്നതിന് അന്താരാഷ്ട്ര നിയമം പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. There is no military solution to this crisis. Peace agreements require persistent engagement and political will. Serious negotiations must resume, and the ceasefire must be preserved and extended as necessary. International navigational rights and freedoms, including in the Strait of Hormuz, must be respected by all parties. It's time for restraint and responsibility. It's time for diplomacy over escalation. And it's time for a renewed commitment to international law. ആം ആദ്മി പാർട്ടി MP അശോക് മിത്തലിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. 1999 വിദേശ വിനിമയ നിയമപ്രകാരമാണ് പരിശോധന. ലവ്ലി യൂണിവേഴ്സിറ്റി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമാണ് പരിശോധനയെന്ന് ED വ്യക്തമാക്കി.
ഹിമാചൽ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഹിമാചൽ പ്രദേശിലെ പൌരന്മാർക്ക് ആശംസകൾ നേർന്നു. സംസ്ഥാനത്തിന്റെ സമ്പന്നമായ ചരിത്രത്തെയും ഊർജ്ജസ്വലമായ സംസ്കാരത്തെയുമാണ് ഈ ദിനത്തിൽ ആഘോഷിക്കുന്നതെന്ന് അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. അവിടുത്തെ ജനങ്ങളുടെ സമർപ്പണവും സ്ഥിരോത്സാഹവും ഹിമാചൽ പ്രദേശിന്റെ യഥാർത്ഥ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26-ന്. പരിപാടിയുടെ 133-ാം പതിപ്പാണ് ഇത്. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറം വഴി ഓൺലൈനായോ ജനങ്ങൾക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ദൂരദർശനിലും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും പരിപാടി ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു ആഘോഷത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണിയൊരുക്കിയും കൈനീട്ടം നൽകിയുമാണ് ആഘോഷം. മേടം 1-നാണ് സാധാരണയായി വിഷു ആഘോഷിക്കുന്നതെങ്കിൽ ഇക്കുറി മേടം 2-നാണ് വിഷു എത്തിയത്. ഗുരുവായൂർ, ശബരിമല, പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ 2:50 മുതൽ 3:50 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ശബരിമലയിൽ രാവിലെ 7 മണി വരെ ഭക്തർക്ക് കണി കാണാൻ അവസരം നൽകി. ഏപ്രിൽ 18 വരെ ശബരിമലയിൽ ദർശനം തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ കേരളീയർക്കും വിഷു ആശംസകൾ നേർന്നു. വിഷു പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും ഉത്സവമാണെന്നും എല്ലാവരോടും അനുഭാവപൂർണമായ സമീപനം പുലർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെയാണ് ഈ അവസരം ഓർമ്മിപ്പിക്കുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വരും വർഷം ഏവർക്കും സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും നിറഞ്ഞതായിരിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. വിവിധയിടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിലാണ് അൾട്രാ വയലറ്റ് സൂചിക ഏറ്റവും ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയത്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്ന് എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം കഠിനമായ വേനൽ ചൂടിൽ ഉരുകുമ്പോഴും സഞ്ചാരികൾക്ക് കുളിർമയേകി മൂന്നാറിലെ രാത്രികാല താപനില. പകൽ സമയങ്ങളിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും രാത്രിയിൽ താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നത് വിനോദസഞ്ചാരികൾക്ക് വലിയ ആശ്വാസമാവുകയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗ്രാമനഗര ഭേദമന്യേ കേരളം ചുട്ടുപൊള്ളുമ്പോൾ രാത്രികാല തണുപ്പ് ആസ്വദിക്കാനായി മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വലിയ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ പകൽ താപനില 30 ഡിഗ്രി വരെ ഉയരുന്നുണ്ടെങ്കിലും സൂര്യൻ അസ്തമിക്കുന്നതോടെ കാലാവസ്ഥ വൻതോതിലാണ് മാറുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാറിൽ 10 ഡിഗ്രിയും സമീപ പ്രദേശമായ ചിന്നക്കനാലിൽ 15 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു രാത്രികാല താപനില. കാഴ്ചകൾ കാണുന്നതിനുപരി സ്വസ്ഥമായി ഉറങ്ങാനും തണുപ്പറിയാനുമായി നിരവധി ആളുകളാണ് മലയോര മേഖലയിലേക്ക് എത്തുന്നത്. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ ഉണർവും പ്രകടമാകുന്നുണ്ട്. വിഷു ആഘോഷങ്ങൾ കഴിയുന്നതോടെ വരും ദിവസങ്ങളിൽ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് മൂന്നാറിലെ ടൂറിസം മേഖലയിലുള്ളവരുടെ പ്രതീക്ഷ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സുമായി ഏറ്റുമുട്ടും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 32 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. രാത്രി 7:30-ന് കൊച്ചിയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 1158 പോയിന്റ് ഉയർന്ന് 78,006-ലും നിഫ്റ്റി 360 പോയിന്റ് നേട്ടത്തിൽ 24,203-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന് 1,040 രൂപ വർദ്ധിച്ച് 1,13,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ച ചെയ്യുന്നതിനുള്ള പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കം. പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിൽ സജീവം. ബീഹാർ മുഖ്യമന്ത്രിയായി സമ്രാട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു ആഘോഷത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ. ആശംസകളുമായി പ്രമുഖർ. ഛത്തീസ്ഗഡിൽ പവർ പ്ലാന്റിലെ ബോയിലർ ട്യൂബ് പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം 14ആയി. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.